നമസ്കാരം, ഞാൻ രശ്മി. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പൊട്ടറ്റോ കറിയാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല കറി. ഇത് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ചിക്കൻ കറിയോടൊക്കെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം നല്ല ടേസ്റ്റി ആയിട്ട് പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് 4 എണ്ണം, വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. സവാള 2 എണ്ണം, ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയോളം സവാള വേണം. പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില 2 തണ്ട്. പിന്നെ വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് തേങ്ങ, ഇത് 1.5 കപ്പ് തേങ്ങയാണുള്ളത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അപ്പോൾ മുളക് പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകം മാത്രമേ നമുക്കിതിൽ മസാലയായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക. വെളിച്ചെണ്ണ, നമുക്ക് തേങ്ങ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം മതി. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് ഈ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി സാധാ മുളക് പൊടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും വേണേൽ ഉപയോഗിക്കാം. കാരണം ഇത് കുറച്ച് കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ആണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇത് പിരിയൻ മുളക് പൊടിച്ച് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതാണ് ഈ കാശ്മീരി മുളക് പൊടി. നമുക്ക് ഉരുളക്കിഴങ്ങും സവാളയും മുറിച്ച് വെക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞിട്ട് വേണം മുറിക്കാനായിട്ട്. നമുക്ക് തേങ്ങ വറുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. കത്തിച്ചിട്ട് നമുക്ക് തേങ്ങ ഇട്ട് വെക്കാം. സാധാരണ ഞാൻ എപ്പോഴും ഓവനിലാണ് തേങ്ങ വറുക്കാറ്. അതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും, എണ്ണയും ഒട്ടും വേണ്ട. ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ചീനച്ചട്ടിയിലാണ് തേങ്ങ വറുക്കുന്നത്. ഇതിൽ കുറച്ച് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓവനിൽ വറുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓരോ മിനിറ്റ് വെച്ചിട്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. എളുപ്പമാണ്, ഒട്ടും വെളിച്ചെണ്ണ വേണ്ട. ഓവനൊക്കെ ഉള്ളവർ എളുപ്പത്തിന് നമുക്ക് ഈ കറിയൊക്കെ പെട്ടെന്നാവും ഓവനിൽ വറുക്കുകയാണെങ്കിൽ. ഈ ഒരു വറുക്കുന്ന ബുദ്ധിമുട്ടും ഇല്ല. ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതിപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ്. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുക്കാനായിട്ട് എളുപ്പത്തിന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് തന്നെ നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുക്കട്ടെ. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് തേങ്ങ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട അതിന്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ ഓവനിലാണ് ഇത് വറുക്കുന്നതെങ്കിൽ പെരിഞ്ജീരകം അവസാനം ഇടാവുള്ളൂ. കാരണം ഓവനിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പെരിഞ്ജീരകം. ഒന്ന് ഇനി മൂത്ത് വരട്ടെ. ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം തേങ്ങ വറുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് കത്തിച്ച് സിമ്മിലിട്ട് കൊടുക്കണം. തേങ്ങ വറുക്കുമ്പോഴാണേലും ആദ്യം ഒന്ന് കൂട്ടിയിട്ടിട്ട് വറുത്തിട്ട് പിന്നെ നമ്മൾ സിമ്മിലിട്ട് വേണം വറുക്കാനായിട്ട്. ഇതിനി ഇതിനകത്ത് കിടന്ന് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകരുതേ. കാരണം എന്ന് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം ഉണ്ടാവും കറിക്ക്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ കറി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വറുക്കുന്നതെങ്കിൽ അധികം വെളിച്ചെണ്ണ വേണ്ട. ഇപ്പോൾ ആകെ നേരത്തെ ഞാൻ ഒഴിച്ചില്ലേ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ സിമ്മിലിട്ടിട്ട് 1.5 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. കാരണം ആ ചൂടിലിരുന്ന് മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓവനിലാണ് വറുക്കുന്നതെങ്കിൽ പെരിഞ്ജീരകവും ഈ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഇട്ടാൽ മതി. കാരണം ഓവനിലാകുമ്പം എല്ലായിടത്തും ഒരേപോലെ ചൂട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെരിഞ്ജീരകം ആദ്യമേ മൂത്തങ്ങ് പോവും. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം
നമുക്ക് അരച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതാ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കേണ്ടതാ, എൻ്റെ ഏകദേശം ഇത്രയൊക്കെ വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും വലുതാക്കിയിട്ടാണ് മുറിക്കേണ്ടത്, തീരെ ചെറുതായി പോകരുത്. കാരണം ഒരുപാട് ചെറുതായിട്ടുണ്ടെങ്കിൽ ഇത് വേവുമ്പോഴത്തേക്കും പെട്ടെന്ന് സവാള അങ്ങ് വെന്ത് പോകുമ്പോഴത്തേക്കും കറിക്ക് ഒരു മധുരം വരും. അപ്പോൾ അതുകൊണ്ടാണ് വലുതാക്കിയിട്ട് സവാള മുറിച്ചിടുന്നത്. സവാള ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് നെടുകെ കീറിയത്, ഇനി 2 തണ്ട് കറിവേപ്പില അതും ഇട്ടിട്ടുണ്ട്. ഒരു 2 സ്പൂണ് ഉപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞരടി കുഴക്കണം. അപ്പോൾ നന്നായിട്ട് ഞരടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് സവാളയെന്നൊക്കെ വെള്ളം കുറേശ്ശെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം നമ്മൾ അത്രയ്ക്ക് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തോട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കണ്ടത് വെള്ളം വന്നുണ്ടോ, കുഴച്ചിട്ട് അത്രയ്ക്ക് അതുപോലെ ഞരടി കുഴച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കരുത്. വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ആവി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ള പതുക്കെ ആ സവാളയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ട് വേണം, ആ വെള്ളത്തിലിരുന്ന് വേണം നമ്മൾ ഈ പൊട്ടറ്റോ വേവാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ കറിക്ക് ഉണ്ടാവുക. നമുക്ക് സിമ്മിലിട്ടിട്ട് വേവിക്കാം. നമുക്ക് തേങ്ങ വറുത്തത് അരച്ചെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം. നമ്മൾ എന്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോഴും തണുത്തിട്ട് വേണം ഇടാനായിട്ട്. കാരണം മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോയി പോവും ചൂടിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അങ്ങനെ തന്നെ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിക്കും ആദ്യം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഞാൻ ആദ്യം ഒന്ന് ഇങ്ങനെ തന്നെ വെച്ച് പൊടിച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ട് അതിനകത്ത് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒരു തുള്ളി പോലും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ വെള്ളത്തിലിരുന്നാണ് ഈ പൊട്ടറ്റോ വേവേണ്ടത്. തീ കുറവാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഒരുപാടൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വറ്റി ഉരുളക്കിഴങ്ങ് വേവാതിരിക്കും. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. വേവട്ടെ. തുറന്ന് നോക്കുകയാണേ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ലോണം വറ്റി. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇളക്കുന്ന സമയത്ത് വെള്ളം തീരെ വറ്റിയിട്ടുണ്ടെങ്കിൽ സിമ്മിലേ ഇടാവുള്ളൂ. രണ്ടിതിപ്പം വെന്തിട്ടുണ്ട്. നല്ലോണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട പൊടിയുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതാ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് അരച്ചിട്ടുള്ളത്. അരപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുവാണേ. ഇനി നമുക്ക് വെള്ളം വേണം. കറിയല്ലേ, അപ്പം നല്ല വെള്ളം വേണം. ഇത് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം വേണം. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല മണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീനോ ചിക്കനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാം, അപ്പത്തിന് കൂട്ടാം, പത്തിരിക്ക് കൂട്ടാം, പിന്നെ പുട്ടിന് കൂട്ടാം. പുട്ടിന് നല്ല കോമ്പിനേഷനാണ്. എൻ്റെ മോളാണെങ്കിൽ പുട്ട് വിരോധിയാണ്. പക്ഷേ ഈ കറി ഉണ്ടെങ്കിൽ പുട്ട് നന്നായിട്ട് കഴിച്ചോളും. ഇതൊന്നും തിളക്കട്ടെ കേട്ടോ. ഈ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ കൊളീഗായിരുന്ന പ്രതീഷിൻ്റെ അമ്മയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കിത് തന്നത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഈ കറി ഉണ്ടാക്കും. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഈ റെസിപ്പി. ഈ കറി കഴിക്കുന്നവരൊക്കെ ഈ റെസിപ്പി ചോദിക്കാറുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാവം പെരുംജീരകമാണ്.
പെരുംജീരകം മാത്രം ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. വേറെ ഒരു മസാലയും നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല. പട്ടയോ ഗ്രാമ്പോ ഒന്നും ഇടരുത്, ഇത് മാത്രമേ ഇടാവുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങ അധികം മൂത്ത് കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അതും അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. ഉപ്പുണ്ടാവും നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് വെക്കാൻ മറക്കരുതേ. ഇതിപ്പം ഇവിടെ ഉണ്ടായതാണ്. ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പുവെള്ളത്തിലിട്ടിട്ടേ എടുക്കാറുള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. എന്താ സ്മെല്ലെന്നറിയാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കറിയുണ്ട്. ഇത് കണ്ടോ, ഇനിയും ബാക്കിയുണ്ട്. ഈ പാത്രത്തിൽ വിളമ്പതിന് ശേഷം ഇത്രയും ബാക്കിയുണ്ട്. നമുക്കിതെടുത്ത് പകുതി എടുത്ത് മാറ്റി വെച്ചാൽ നാളെയും കൂട്ടാം. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും വെള്ളയപ്പത്തിനും എന്തിനു വേണേലും കൂട്ടാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഏത് ഡിഷിൻ്റെ കൂടെയും ഇത് ചേരുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. അപ്പൊ കൂട്ടാ 2 സോഡ ഇങ്ങോട്ട് തരും. എന്താ തണുത്ത സോഡയാണോ കൂൾ സോഡ ആണോ? കൂൾ സോഡ. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി. നീ എന്താ ഉദ്ദേശിച്ചത്? തണുത്ത സോഡ എന്ന് പറഞ്ഞാൽ നല്ല കൂളായി. കൂൾ സോഡ അത് കൂള് കുറവായിരിക്കുമല്ലോ.